തോമസ് കാവാലം മാഷിന്റെ ദൗത്യം എന്ന ചെറുകഥയ്ക്ക് ശബ്ദ സാന്നിധ്യവുമായി ഫെബിൻ പെരിങ്ങാല. ആ ജനുവരി മാസത്തിലെ റിപ്പബ്ലിക് ദിനം ദേവകിയമ്മയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു. ഡൽഹിയിലെ കൊടുന്തണുപ്പ് അവർ ഒരു പ്രശ്നമായേ കണ്ടില്ല. ഇതിലും വലിയ തണുപ്പിൽ യുദ്ധമുഖത്ത് തൻ്റെ മകൻ ശത്രുക്കളെ നേരിട്ട രംഗം അവർ മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സ് അഭിമാനം കൊണ്ട് നിറഞ്ഞു. അല്ലലിലും ദുഃഖത്തിലും വളർത്തിക്കൊണ്ടുവന്ന ഒരേ ഒരു മകനെ രാഷ്ട്രത്തിനു വേണ്ടി വീരപുത്രനാക്കി മാറ്റിയ ദേവകിയമ്മ അന്ന് രാഷ്ട്രപതിയാൽ ആദരിക്കപ്പെടുകയായിരുന്നു. രാഷ്ട്രപതിയിൽ നിന്നും വീരചക്ര ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ മനസ്സിലൂടെ ആ പഴയകാല ചരിത്ര സംഭവങ്ങൾ ഒരു സിനിമയിൽ എന്ന പോലെ കടന്നുപോയി. മഞ്ഞിന്റെ വെള്ളച്ചുരുളുകൾ കാശ്മീർ മലനിരകളെ സാവധാനം മൂടിക്കൊണ്ടിരുന്നു. ആ പ്രദേശം മുഴുവൻ ഇരുട്ടിന്റെ മറയിലായിരുന്നു. കാറ്റ് മലമുകളിലൂടെ കുത്തി ഒഴുകി. അതിൻ്റെ നിശബ്ദതയിൽ പോലും ഒരനന്യമായ ഭീഷണിയുടെ ശബ്ദം ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. അതിർത്തി പോസ്റ്റിന്റെ ചെറിയ ബങ്കറിനരികിൽ നിന്ന് ദൂരെയുള്ള മലകളിലേക്ക് നോക്കി നിന്ന് ക്യാപ്റ്റൻ കാർത്തികേയൻ. തണുപ്പ് ശരീരത്തെ വരിഞ്ഞു മുറുക്കിയിരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ ജാഗ്രതയുടെ ശത്രുഭാഗത്ത് ഉറച്ചു നിന്നു. കേരളത്തിലെ ഒരു ചെറു ഗ്രാമത്തിൽ വളർന്നവനായിരുന്നു കാർത്തികേയൻ. നെൽപ്പാടങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന അവന്റെ ബാല്യം സന്തുഷ്ടമായിരുന്നു. അമ്മ ദേവകിയമ്മയുടെ സ്നേഹം നിറഞ്ഞ ദിവസങ്ങൾ അവന് ശക്തിയും ചങ്കുറപ്പും നൽകിയിരുന്നു. ഈശ്വര പ്രാർത്ഥനകളാൽ നിറഞ്ഞ പ്രഭാതങ്ങളും സന്ധ്യകളും അവനെ ഒരു ഈശ്വര വിശ്വാസിയാക്കുന്നതോടൊപ്പം ഒരു രാജ്യസ്നേഹിയുമാക്കി മാറ്റിയിരുന്നു. അവന്റെ അച്ഛൻ സുരേന്ദ്രൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് വേമ്പനാട്ട് കായലിൽ വലയെറിയാൻ പോകും. രാത്രി വൈകുവോളം വലയെറിഞ്ഞ് കാത്തിരിക്കും. ഉടക്ക് വലയിൽ കുടുങ്ങുന്ന മീനുമായി തിരിച്ചെത്തുമ്പോൾ നേരം പരപരാന്ന് വെളുത്തിരിക്കും. മീൻ വിറ്റിട്ട് അല്പം വിശ്രമിക്കും. പിന്നെയും തനിയാവർത്തനം. വേനൽക്കാലത്തും വർഷകാലത്തും അത് തുടർന്നു പോന്നിരുന്നു. അങ്ങനെയുള്ള ഒരു വർഷകാലത്ത് അയൽ വീട്ടിലെ സുരേഷുമായി മീൻ പിടിക്കാൻ പോയ സുരേന്ദ്രൻ ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ടു. കോളിൽപ്പെട്ട വള്ളം കീഴ്മേൽ മറഞ്ഞു. രണ്ടുപേരും അപ്രത്യക്ഷരായി. സുരേന്ദ്രന്റെ തിരോധാനം ദേവികയമ്മയ്ക്കൊരു വലിയ ആഘാതമായി. കുട്ടനാട്ടിലെ ചേറും മഴവെള്ളവുമായി കുഴഞ്ഞുള്ള മണം നിറഞ്ഞ ഓർമ്മകൾ കാശ്മീരിൽ ചെന്നിട്ടും കാർത്തികേയന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ പച്ച പിടിച്ചു നിന്നിരുന്നു. അവന്റെ അമ്മ ബാല്യത്തിൽ തന്നെ പുരാണങ്ങളിൽ നിന്നുള്ള വീരയോദ്ധാക്കളുടെ കഥ അവന് വായിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവന്റെ ഹൃദയത്തിൽ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടുവാനും ഒരു രാജ്യസ്നേഹിയായി തീരുവാനുള്ള ചിന്ത വേരൂന്നിയിരുന്നു. ഒരിക്കൽ അവൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, എനിക്ക് രാജ്യത്തെ കാക്കുന്ന ഒരു സൈനികനാകണം. മകന്റെ ആഗ്രഹം കേട്ട് അമ്മ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നമ്മൾ സാധാരണക്കാരാണ്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം നടക്കില്ല എന്നല്ല, അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. എനിക്കത് സാധിക്കും അമ്മേ. അവന്റെ വാക്കുകളിൽ നിശ്ചയദാർഢ്യവും ധൈര്യവും നിഴലിച്ചിരുന്നു. പക്ഷേ മോനെ, അത്രയും അപകടമുള്ള ജോലി എന്തിനാ? അമ്മ ചോദിച്ചു. അവൻ അപ്പോൾ ചിരിച്ചു. അമ്മേ, ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, ആരെങ്കിലും കാവലിരിക്കേണ്ടതല്ലേ? മരിക്കുന്നത് ഒരു പക്ഷേ ഞാനായിരിക്കാം. ഞാനല്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരാൾ. അപ്പോൾ എങ്ങനെ വന്നാലും ഒരമ്മയ്ക്കൊരു മകനെ നഷ്ടമാകും. ഭയമില്ലമ്മേ, എനിക്ക് ഒട്ടും ഭയമില്ല. ഒരു പട്ടാളക്കാരൻ ചെയ്യുന്നത് ജോലിയല്ലമ്മേ, അതൊരു ദൗത്യമാണ്. രാജ്യത്തെ രക്ഷിക്കുക എന്ന മഹനീയമായ ദൗത്യം. കുഞ്ഞു പ്രായത്തിൽ തന്നെ തൻ്റെ മകൻ ആർജിച്ച ജീവിത വീക്ഷണത്തിൽ ആ അമ്മയ്ക്ക് അഭിമാനം തോന്നി. കാലം കടന്നുപോയി. ആ സ്വപ്നം സത്യമായി. ഇന്നവൻ കാശ്മീരിന്റെ മഞ്ഞുപാളികളിൽ നിശബ്ദമായ അതിർത്തിയിൽ രാജ്യത്തിനു വേണ്ടി ഉറക്കമിളച്ച് കാവൽ നിൽക്കുകയായിരുന്നു. അന്ന് രാത്രി മഞ്ഞ് കൂടുതൽ കനത്തിരുന്നു. ക്യാമ്പിനുള്ളിൽ സൈനികർ നിശബ്ദരായിരിക്കുമ്പോൾ വയർലെസ് സെറ്റിൽ പെട്ടെന്നൊരു അടിയന്തര സന്ദേശം മുഴങ്ങി. പിന്നെ അത് നിശ്ചലമായി. അതിർത്തി കടന്ന് ഭീകരർ കടന്നു വരുന്നു. പല ഗ്രൂപ്പുകളായാണ് അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ കലാപം അഴിച്ചുവിടുകയാണ് അവരുടെ ലക്ഷ്യം. സമീപ ഗ്രാമം അപകടത്തിലാണ്. ഒരു നിമിഷം കൊണ്ട് ക്യാമ്പിലെ അന്തരീക്ഷം മാറി. കോപ്സ് ഓഫ് സിഗൾസിന്റെ കീഴിലുള്ള ആശയവിനിമയ വിഭാഗത്തിൽ ലാൻസ് നായ്ക്ക് ആയിരുന്നു കാർത്തികേയൻ. പെട്ടെന്ന് വാർത്താവിനിമയ ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ
കാര്യങ്ങളുടെ ഗതി കൈവിട്ടു പോകുമെന്ന് സ്ഥിതിയായി. അവൻ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. അവൻ എഴുന്നേറ്റു. കനത്ത ഷെല്ലാക്രമണം തുടരുമ്പോൾ അതിനിടയിലൂടെ അവൻ ഇഴഞ്ഞു നീങ്ങി. മഞ്ഞും ഇരുട്ടും നിറഞ്ഞ കാട്ടിലൂടെ അവൻ സാവധാനം മുന്നേറി. ഓരോ ചുവടും മരണത്തിന്റെ ചക്രവാളത്തിലേക്കുള്ള യാത്ര പോലെയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വാർത്താവിനിമയ ബന്ധം പുനഃസ്ഥാപിച്ചു. പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാവുകയായിരുന്നു. അവന്റെ മനസ്സിൽ സംശയമൊന്നുമില്ലായിരുന്നു. അവന്റെ കണ്ണുകളിൽ തന്റെ ദൗത്യം എന്താണെന്ന് അറിയാവുന്ന ഒരു യുവ സൈനികന്റെ ഉറച്ച തീരുമാനത്തിന്റെ വെളിച്ചം പ്രസരിച്ചിരുന്നു. അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു, സഹോദരങ്ങളെ, ഗ്രാമത്തിൽ ഉറങ്ങുന്നവർക്ക് നമ്മുടെ മുഖം അറിയില്ല. പക്ഷെ അവരുടെ സുരക്ഷ നമ്മുടേതാണ്. നമ്മൾ പോരാടണം. അല്പസമയം കഴിഞ്ഞപ്പോൾ മുന്നിൽ നിഴലുകൾ നീങ്ങുന്നത് അവർ കണ്ടു. ഭീകരർ. കാർത്തികേയൻ കൈയുയർത്തി സിഗ്നൽ നൽകി. പെട്ടെന്ന് കാട് മുഴുവൻ വെടിയൊച്ചകളാൽ മുഖരിതമായി. മലകളുടെ നിശബ്ദത തകർന്നു. മൃഗങ്ങൾ ഓരിയിട്ടു. പക്ഷികൾ ചിറകിട്ടടിച്ച് അസാധാരണമായ ശബ്ദം പുറപ്പെടുവിച്ചു. കാർത്തികേയൻ മുന്നോട്ട് ചാടി. അവന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. അതിൽ ഒരു ഉറച്ച തീരുമാനം മാത്രം നിഴലിച്ചു. പോരാട്ടം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ രൂക്ഷമായി. അവർ 5 പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. കാർത്തികേയൻ ഓരോരുത്തരെയും വ്യക്തമായി കണ്ടു. അവൻ ഒന്നിനു പിന്നെ ഒന്നായി നിറയൊഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഭീകരൻ വീണു. പിന്നെ മറ്റൊരാൾ. അവസാന നിമിഷങ്ങളിൽ പെട്ടെന്നൊരു വെടിയുണ്ട കാർത്തികേയന്റെ നെഞ്ചിൽ പതിച്ചു. അവൻ ഒരു നിമിഷം തളർന്നു. മഞ്ഞ് നിറഞ്ഞ നിലത്ത് അവന്റെ രക്തം ചുവന്ന പതാക പോലെ പരന്നു കിടന്നു. എങ്കിലും അവൻ പിന്നോട്ടു പോയില്ല. അവസാന ഭീകരനും നിലത്ത് വീണപ്പോൾ മാത്രമാണ് അവൻ മുട്ടുകുത്തിയിരുന്നത്. സഹപ്രവർത്തകർ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. സാർ, നിങ്ങൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിരിക്കുന്നു. അരുൺ ശ്വാസം പിടിച്ചു. അവന്റെ കണ്ണുകൾ ദൂരെയുള്ള ഗ്രാമത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു. ഗ്രാമം സുരക്ഷിതമാണോ? അവൻ സഹപ്രവർത്തകരോട് ചോദിച്ചു. അതെ സാർ, എല്ലാവരും സുരക്ഷിതരാണ്. അവന്റെ മുഖത്ത് അപ്പോൾ ഒരു ശാന്തമായ പുഞ്ചിരി വിരിഞ്ഞു. മഞ്ഞുതുള്ളികൾ പതിയെ അവന്റെ മുഖത്ത് വീണു. ഒരു സഹപ്രവർത്തകൻ ഒരു മഞ്ഞുകട്ടയെടുത്ത് മുറിവേറ്റ ഭാഗത്തെ രക്തത്തിന്റെ ഒഴുക്ക് തടയാൻ ശ്രമിച്ചു. അവന്റെ മനസ്സിൽ അമ്മയുടെ ശബ്ദം വീണ്ടും മുഴങ്ങി. മോനെ, ഇത്രയും അപകടമുള്ള ജോലി എന്തിന്? അവനുള്ളിൽ ചിരിച്ചു. അമ്മേ, ഇതെന്റെ ദൗത്യമല്ലേ? അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ആ ചെറു ഗ്രാമത്തിലേക്ക് ഒരു സൈനിക വാഹനം എത്തി. ഗ്രാമവീഥികൾ നിശബ്ദമായി. കാർത്തികേയന്റെ വീടിന് മുന്നിൽ ആളുകൾ കൂട്ടമായി നിന്നു. അമ്മ വാതിൽക്കൽ നിന്നിരുന്നു. സൈനിക ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു. അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ മകൻ രാജ്യത്തെ കാക്കുന്നതിനിടെ വീര്യമൃത്യു വരിച്ചു. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. ഒരു നിമിഷം ഭൂമി മുഴുവൻ നിശബ്ദമായതുപോലെ, ഭൂമി താഴേക്ക് താഴ്ന്നു പോകുന്നത് പോലെ ആ അമ്മയ്ക്ക് തോന്നി. ആ അമ്മയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. പക്ഷേ അവൾ തലയുയർത്തി നിന്ന് പറഞ്ഞു, ഒരമ്മയുടെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? അത് പ്രസവ വേദനയല്ല മക്കളെ. അമ്മ ജീവിച്ചിരിക്കെ മകന്റെ അന്ത്യകർമ്മം കാണാൻ ഇടവരിക എന്നുള്ളതാണ്. എങ്കിലും എൻ്റെ മകൻ അവന്റെ ദൗത്യം നിറവേറ്റി. ഞാൻ ചാരിതാർത്ഥയാണ്. തേങ്ങലിലൂടെ പുറത്തു വന്ന അവരുടെ വാക്കുകൾ ഇന്നത്തേതുപോലെ അവളുടെ മനസ്സിൽ പച്ച പിടിച്ചു നിന്നു. മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജം പകർന്ന്. ഓർമ്മയുടെ തീരങ്ങളിൽ നിന്നും ദേവകിയമ്മ സാവധാനം ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് വന്നു. കനത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ രാഷ്ട്രത്തലവനാൽ ആദരിക്കപ്പെടുമ്പോൾ അവർ അനുഭവിച്ച നിർവൃതി അവാച്യമായിരുന്നു. അന്ന് ഡൽഹിയിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ കാറ്റിന് പതിവിലും അധികം തണുപ്പുള്ളതുപോലെ തോന്നി. പക്ഷേ ദേവകിയമ്മയ്ക്ക് അത് അനുഭവപ്പെട്ടതേ